അപ്പോൾ മൗനരാഗം സീരിയലിൻ്റെ ഒരു കുഞ്ഞ് എപ്പിസോഡാണ്. കുഞ്ഞ് എപ്പിസോഡെന്ന് വെച്ചാൽ എപ്പിസോഡ് വലുത് തന്നെയാണ്. ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ കണ്ടൻറ്റുകളെല്ലാം ഉണ്ടായിരിക്കും. സ്റ്റോറി ഒത്തിരി വലിച്ചൊന്ന് നീട്ടാതെ സംഭവം മാത്രം പറഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ളവർ ഇത് കാണുക, ലെങ്ത് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ അത് പോയി കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പ്രകാശം പ്രാർത്ഥിച്ചിട്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കാർത്തികയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ കാർത്തിക പറയുകയാണ് കമ്പനിയിൽ പോകണം എന്ന് പറയുകയാണ്. പുതിയതായിട്ട് തുടങ്ങുന്ന ബ്രാഞ്ച് ഉണ്ടല്ലോ, അവിടേക്ക് പോകണമെന്ന് പറയുകയാണ്. തമിഴ്നാട്ടിലാണ് അതിൻ്റെ ശരിക്കുള്ള കമ്പനി. അതിൻ്റെ ബ്രാഞ്ചാണ് ഇപ്പോൾ കേരളത്തിലുള്ള ബ്രാഞ്ചിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. കാർത്തിക ഫുഡ്സ് എന്നാണ് ആ ഒരു കമ്പനിയുടെ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രകാശം നമ്മുടെ കാർത്തികയും കൊണ്ട് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കാർത്തിക പ്രകാശനെ അവിടെ നിർത്തിയിട്ട് കാർത്തിക അകത്തേക്ക് പോവുകയാണ്. അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ആരാ, നമ്മുടെ കല്യാണിയുണ്ട്. കല്യാണിയാണ് അവിടെ ഇൻറ്റീരിയർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ സ്പേസും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ കല്യാണി വന്നിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ കല്യാണിയുടെ മാനേജരും ഉണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നിൽക്കുമ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് ചോദിക്കുകയാണ്, പുതിയ ഡ്രൈവറാണ് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ മാഡം പറഞ്ഞിരുന്നു ഒരു പുതിയ ഡ്രൈവർ വരും എന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ് ഞാൻ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല ഇരുന്നോളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തിക നമ്മുടെ കല്യാണിയുടെ അടുത്ത് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കാർത്തികയോട് കല്യാണി പറയുകയാണ്, കാർത്തികയോട് കല്യാണിയല്ല, കല്യാണിയോട് നമ്മുടെ കാർത്തിക പറയുകയാണ്. രണ്ടും ഗായമായപ്പോൾ തെറ്റിപ്പോണു. പറയുകയാണ് എൻ്റെ പുതിയ ഡ്രൈവറുണ്ട്, പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുമായിരിക്കും. അയാളാണിപ്പോൾ എൻ്റെ ഡ്രൈവറായിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നത്. അയാൾക്ക് പൈസയൊക്കെ കൊടുക്കണം, അയാൾക്ക് അഡ്വാൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അയാളെ പൈസയൊക്കെ കൊടുത്ത് ഒഴിവാക്കി വിട്ടിട്ട് വരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ്റെ അടുത്ത് ചെന്നിട്ട് 10,000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് 25,000 രൂപയാണ് മാസം സാലറി ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഈ 10,000 രൂപ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ പ്രകാശന് ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ്. പ്രകാശൻ കണ്ണിലൊക്കെ വെച്ചിട്ട് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ കാർത്തികയോട് ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയുകയാണ്, മനസ്സിൽ പറയുക കേട്ടോ, എടാ ദുഷ്ടാ, പെൺമക്കളെ സ്ത്രീ വിരോധിയാണല്ലേ നിന്നെ ഞാൻ ശരിയാക്കി തന്നേക്കേടാ എന്നൊക്കെ നമ്മുടെ കാർത്തിക ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനോട് കാർത്തിക പറയുകയാണ്, പിന്നെ ഇവിടെ ജോലി എന്ന് വെച്ചാൽ മാസം ശമ്പളം ഞാൻ തരും, പിന്നീട് അത് മാത്രമല്ല പിന്നീട് നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം എവിടെ നിന്ന് വേണേലും കഴിച്ചോളൂ, എന്നിട്ട് അതിൻ്റെ ബില്ല് എന്നെ അറിയിച്ചാൽ മതി, അത് ഞാൻ പേ ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കാർത്തിക. അതിനുശേഷം നമ്മുടെ പ്രകാശൻ കീ തിരിച്ച് കാർത്തികയെ ലഭിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കാർത്തിക അകത്ത് ചെല്ലുകയാണ്. കല്യാണിയോട് എല്ലാം സെറ്റായോ എന്നൊക്കെ ഇങ്ങനെ തിരക്കുകയാണ് നമ്മുടെ കാർത്തിക. അപ്പോൾ കാർത്തികയോട് നമ്മുടെ കല്യാണി ചോദിക്കുകയാണ്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്, നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാർത്തിക പറയാണ്, നമ്മൾക്ക് എന്ത് ഐഡിയ പറയാനാണ്, എന്താ ഇൻറ്റീരിയർ വർക്കിൻ്റെ തമ്പുരാട്ടിയല്ലേ മുന്നിൽ നിൽക്കുന്നത്, അപ്പോൾ എനിക്ക് അങ്ങനെ ഇതിനെപ്പറ്റി ഒരു ABCD അറിയില്ല എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തികയുമായിട്ട് നല്ല കല്യാണി കൂട്ടാവുകയാണ്. അതിനുശേഷം കല്യാണി പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തികയുടെ ഓഫീസ് റൂമിലിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു അഡ്വക്കേറ്റ് വരികയാണ്. അഡ്വക്കേറ്റ് വന്നിട്ട് നമ്മുടെ കാർത്തികയോട് പറയുകയാണ്, കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ പുതിയ ഡ്രൈവർ, ഞാൻ പരിചയപ്പെട്ടിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക പറയണം, അയാൾ തന്നെ ആ സ്ത്രീ വിരോധി, എന്നെ ഉൾപ്പെടെ ഉണ്ടല്ലോ 3 പെൺകുട്ടികളായിട്ട് കഷ്ടപ്പെടുത്തിയത്, അതുമാത്രമോ അയാളുടെ ഭാര്യമാരെയോ അത്രയ്ക്ക് വൃത്തികെട്ടവനാണ്, അതിനെന്താ അയാൾക്ക് നല്ലൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക അഡ്വക്കേറ്റിനോട് പറയുകയാണ്. എന്നിട്ട് പിന്നീട് അവർ ഇനാഗുറേഷനെ പറ്റി പറയുകയാണ്, നമ്മുടെ പുതിയ ബ്രാഞ്ചിൻ്റെ ഇനാഗുറേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കാർത്തിക പറയുകയാണ്, അധികം ആരെയും വിളിക്കില്ല, കിരണും കല്യാണിയും കാദംബരിയും അതുപോലെ നമ്മുടെ കാർത്തികയും സാറും മാത്രമേ ഉണ്ടാവൂ അതിൽ എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം നമ്മുടെ പ്രകാശന് കയ്യിൽ ഇത്തിരി പുത്തം കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിക്കാരനാകെ അഹങ്കരിക്കുകയാണ്. നമ്മുടെ പ്രകാശൻ കയ്യിൽ കിട്ടിയ കാശും കൊണ്ട് നേരെ സരയുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെയാണ് അടുക്കള പണിക്കായിട്ട് പ്രകാശൻ്റെ അമ്മയുള്ളത്. അങ്ങോട്ട് ചെന്നിട്ട് പ്രകാശൻ നമ്മുടെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കുകയാണ്. കടന്നതിന് ശേഷം അമ്മയോട് പറയുകയാണ്, അമ്മേ ബാ പോവാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സരയുവിനോട് ചോദിക്കുകയാണ്, അമ്മ ഇത്രയും ദിവസം ഇവിടെ വർക്ക് ചെയ്തതിന് എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ സരയു പറയുകയാണ്, അതിന് നമ്മളല്ലേ പൈസ അങ്ങോട്ട് തരേണ്ടത്, കാരണം പുള്ളിക്കാരൻ പൈസ കയ്യിലെടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ സരയുവിനോട് അത് ചോദിക്കുന്നത്. അപ്പോൾ പ്രകാശൻ പറയാണ്, അതെ എൻ്റെ അമ്മ ഇവിടെ ജോലി ചെയ്ത സമയത്തുണ്ടല്ലോ കുറച്ച് ഭക്ഷണമൊക്കെ ഇവിടുന്ന് കഴിക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് ഉള്ള പൈസ ആയിട്ട് ഇതിരിക്കട്ടെ, നാളൊരു സമയം നിങ്ങൾ
നമുക്ക് ഔദാര്യം തന്നെന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ നിർബന്ധിച്ച് 1000 രൂപ അവിടെ വെക്കുകയാണ്. അതിനുശേഷം കുറേ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് നമ്മുടെ പ്രകാശൻ്റെ കൂതറ സ്വഭാവമൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ മൂങ്ങയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ പ്രകാശൻ പറയുകയാണ്, അമ്മേ അപ്പുറത്തെ വീട്ടിലുള്ള 2 ജാതികളുണ്ടല്ലോ അതിനെ കൂടി ഒന്ന് കാണണം. അതിൻ്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ ഞാൻ ഇത്തിരി ജോലി ചോദിച്ച് ചെന്ന സമയത്ത് എന്നെ രണ്ടും കൂടി അധിക്ഷേപിച്ചാണ് വിട്ടത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം. പിന്നെ എൻ്റെ മുൻഭാര്യ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവിടെ, അവളെ കൂടി ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അപ്പുറത്തേക്ക് പോവുകയാണ്. അത് വേണോടാ മോനെ, എനിക്കും 2 പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂങ്ങയും കൂടെ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റൗട്ടിൽ നിൽക്കുകയാണ് നമ്മുടെ കിരണും കല്യാണി. അപ്പോൾ അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കിരണിനെയും കല്യാണിയും കണ്ടിട്ട് നമ്മുടെ പ്രകാശൻ, നാണം ഇല്ലാത്ത പ്രകാശൻ അങ്ങനെ സിറ്റൗട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അതിനുശേഷം പ്രകാശൻ പറയണേ, എടാ കിരണേ, നിനക്ക് പൈസയ്ക്കൊക്കെ കുറച്ച് ആവശ്യം ഉണ്ടാവുമല്ലോ, നിൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ ഇത്തിരി ഡള്ളാണെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പൈസ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പൈസയൊക്കെ എടുത്ത് കിരണിനെ നേരെ വച്ച് നീട്ടിയിട്ട് അധിക്ഷേപിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ കിരണിന് ദേഷ്യം വരികയാണ്. അങ്ങനെ കിരണും നമ്മുടെ പ്രകാശനും കൂടി തമ്മിൽ വാക്പോരുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണി നിൽക്കുകയാണ്. അപ്പോൾ കല്യാണിയോട് പറയണേ, എടി ഞാൻ നിന്നോട് ജോലി ചോദിച്ചു വന്നപ്പോൾ നീ എന്താടി പറഞ്ഞത്? എടി ഇനി എനിക്കുണ്ടല്ലോ നിൻ്റെ ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഇനി നിൻ്റെ ജോലി ഉണ്ടല്ലോ നീ വല്ല പട്ടിക്കും കൊണ്ടുകൊടു എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പ്രകാശൻ പറയണേ, എടി പട്ടി അന്വേഷിച്ച് നീ അങ്ങനെ വെളിയിലോട്ടൊന്നും ഇറങ്ങി അലയൊന്നും വേണ്ട, അതേ നിൻ്റെ മുന്നിൽ നിൽക്കുന്നു നിൻ്റെ ഭർത്താവെന്ന് പറയുന്ന പട്ടി, ഇവനെ എന്നെ കൊടുത്താൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കല്യാണിയുടെ നിയന്ത്രണം വിടുകയാണ്. അങ്ങനെ കല്യാണി പ്രകാശനെ വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദീപ ഇറങ്ങി വരികയാണ്. ദീപ വരുമ്പോൾ ദീപ നമ്മുടെ പ്രകാശനോട് സംസാരിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ ദീപയ്ക്ക് കൂടി കാശ് വെച്ച് നീട്ടുകയാണ്. അപ്പോൾ ദീപ പറയുകയാണ്, നല്ല സമയത്ത് നിങ്ങൾ എനിക്ക് കാശ് തന്നിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ കാശിൻ്റെ ആവശ്യമൊന്നുമില്ല, മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറയുകയാണ്. അങ്ങനെ പ്രകാശനെ ആട്ടി ഇറക്കി വിടുകയാണ് നമ്മുടെ ദീപ. പക്ഷേ പുള്ളിക്കാരൻ ഉടുമ്പ് പിടിക്കുന്നതൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുകയാണ്, ഇറങ്ങിപ്പോടോ എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഭർത്താവിനെ ഞങ്ങളെ അധിക്ഷേപിക്കാനായിട്ട് ഇവിടെ വരുന്നോ എന്നൊക്കെ പറയുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മൂങ്ങ കിടന്നു, എന്തോ എൻ്റെ പൊന്നോ, മൂങ്ങ കിടന്ന് ഓരോന്നൊക്കെ പറയുകയാണ്. മൂങ്ങ കിടന്നിട്ട് എൻ്റെ കെട്ടിലമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഓരോന്നൊക്കെ പറയുകയാണ്. നമ്മുടെ കല്യാണിയും അതേ കണക്ക് ദീപയുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ മൂങ്ങ വഴക്കടിക്കുകയാണ്. അവർക്ക് നല്ല ഡോസിൽ തന്നെ തിരിച്ച് മറുപടി കിട്ടുന്നുമുണ്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സമയത്ത് വാക്പോരുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കിരൺ പറയുകയാണ്, എന്താ പറയുന്നത്, ഏത് നിമിഷവും നിലച്ച് പോകാവുന്ന ഒരു ഹൃദയവും കൊണ്ടുവന്ന് നിന്നല്ലേ താനിങ്ങനെ സംസാരിക്കുന്നത്? മുഷ്ടി ചുരുട്ടി നിങ്ങളുടെ നെഞ്ചാങ്കൂട് നോക്കി ഒരു ഇടി തന്നാലുണ്ടല്ലോ നിങ്ങളുടെ എല്ലാ ഗർവവും ഇവിടെ തീരും, ഇവിടെ കുഴഞ്ഞ് വീണ് തീരും ഇയാൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയണേ, ഹെടാ നീ മുഷ്ടി ചുരുട്ടി ഇടിച്ചാൽ ചിലപ്പോൾ ഞാനിവിടെ വന്ന് വീഴുമായിരിക്കും, പക്ഷേ ഉണ്ടല്ലോ മരിക്കാൻ പോലും പേടിയില്ലാത്തവന് ഒന്നിനെയും പേടിക്കണ്ട, അങ്ങനെ ഞാൻ തീരുകയാണെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കല്യാണിയെ നോക്കിയിട്ട് പറയണേ, ചിലരെയൊക്കെ കൊന്നിട്ടേ ഞാൻ പോവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കല്യാണി നോക്കിയിട്ട്. അങ്ങനെ അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലെന്ത് വീഡിയോ തന്നെ ചെയ്യണം. വളരെ രസകരമായ രീതിയിലാണ് നമ്മൾ ലെന്ത് വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്. അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ അതിലേക്ക് പോവുക. പിന്നെ കഥ മാത്രം അറിഞ്ഞാൽ മതി എങ്കിൽ ഇത് കാണാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യാതെ നിങ്ങളിങ്ങനെ വീഡിയോ കണ്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ വരുന്നതനുസരിച്ചാണ് നമ്മുടെ ചാനലിൽ റീച്ചായി വരുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് യൂട്യൂബ് കരുതും, ഈ പെണ്ണുമ്പുള്ള ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഇടന്ന് അലച്ചിട്ട് പോണതാണ്, ഇതിന് ഒരു ഗുണവും ഇല്ലാത്ത സാധനമാണ് എന്ന് വിചാരിച്ച് നമ്മുടെ യൂട്യൂബ് അധികം ആളുകളിലൊന്നും എത്തിക്കില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഏതാണ്ട് ഒരു 50 അടുപ്പിച്ചൊക്കെ സബ്സ്ക്രൈബർ എനിക്ക് വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അങ്ങനെയും വരുന്ന സമയത്തും ഈ 50 പേര് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ പോട്ടെ, നേർപകുതി 25 തന്നെ കൂട്ടട്ടെ, അങ്ങനെ വന്നാൽ പോലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടാണ് സബ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോലും നമ്മുടെ ചാനലിന് ലൈക്ക് ചെയ്യാത്ത എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും നമ്മുടെ വീഡിയോ വീണ്ടും കാണാനുള്ള താല്പര്യം കൊണ്ടാവുമല്ലോ സബ് ചെയ്തിട്ട് കൂടി ലൈക്ക് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ലൈക്ക് ചെയ്യാൻ കഴിയുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും ഷോർട്ട് വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരാം. അപ്പോൾ അതുവരെ എല്ലാ ചങ്കുകൾക്കും ബൈ.